ഓം ശാന്തി. പതുക്കെ പതുക്കെ ഞാൻ എൻ്റെ സങ്കല്പങ്ങളെ ചുരുക്കി ബുദ്ധിയെ ഉള്ളിലേക്ക് തിരിക്കുന്നു. ബുദ്ധിയാകുന്ന ദിവ്യനേത്രം ആത്മസ്വരൂപത്തിൽ സ്ഥിതമാക്കുന്നു. ഞാൻ ഒരു തിളങ്ങുന്ന മസ്തകമണിയെ കാണുന്നു. ഞാൻ വിദേഹി ആത്മാവാണ്. ഈ ശരീരം എൻ്റെ വസ്ത്രമാണ്. ഈ പരിധിയില്ലാത്ത ഡ്രാമയിൽ 84 ജന്മങ്ങളിൽ വിവിധ പാർട്ട് അഭിനയിച്ചു. ഇപ്പോൾ ഈ കൽപ്പത്തിൽ ഈ പാർട്ട് സമാപ്തമാകാനുള്ള സമയം സമീപമായിരിക്കുന്നു. ഞാനിപ്പോൾ ഈ പഴയ ലോകത്തിൽ ശരീരമാകുന്ന വസ്ത്രം ഉപേക്ഷിച്ച് എൻ്റെ വീട്ടിലേക്ക്, പരമധാമത്തിലേക്ക് പോകുന്നു. അതിനായി സ്വയം തന്നെ ദേഹത്തിൽ നിന്നും വേറിട്ടതായി അനുഭവം ചെയ്യുന്നു. മുഴുവൻ ബന്ധനങ്ങളുടെ ചരടുകളും പൊട്ടിക്കഴിഞ്ഞു. ഞാൻ ബന്ധനമുക്ത യോഗയുക്ത ആത്മാവാണ്. ഇപ്പോൾ മനസ്സിൽ ഒരു സ്മൃതി ജാഗ്രതമാകുന്നു. സർവസംഘവും പൊട്ടിച്ച് ഒരു സംഘത്തോട് ചേരുകയാണ്. ഞാൻ ബാബയുടെ സ്നേഹി കുട്ടിയാണ്. മനസ്സിന്റെ പ്രീതി കേവലം ഒരു ബാബയുമായിട്ടാണ്. സർവ ഉത്തരവാദിത്വങ്ങളും പരിപാലിച്ചുകൊണ്ടും ബുദ്ധി ഒരു ബാബയോട് ചേർക്കുന്നു, ട്രസ്റ്റി ആയിരിക്കുന്നു. ഈ അനുഭവം വളരെ വളരെ ഡീപ്പായിക്കൊണ്ടിരിക്കുന്നു, ഗഹനമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മനസ്സിലും ബുദ്ധിയിലും ബോധത്തിലും കേവലം ഒരു ബാബ മാത്രം. ഞാൻ വിദേഹി ബാബയെ എൻ്റെ സദാകാലത്തെ കൂട്ടുകാരനാക്കി. ഹൃദയത്തിൽ ബാബയുടെ പ്രതി സത്യമായ പ്രീതിയാണ്. പ്രീതബുദ്ധിയായി സർവസംഘങ്ങളും ഒഴിവാക്കി ഒരു സംഘത്തിൽ ചേരുന്നു. ഓരോ ശ്വാസത്തിലും ഒരു ബാബയുടെ സ്മൃതിയാണ്. സങ്കല്പത്തിലും ഒരു ബാബ, വാണിയിലും ഒരു ബാബ, കർമ്മത്തിലും ഒരു ബാബയുടെ കൂട്ട്. ഞാൻ പാരലൗകിക പിതാവിനെ യഥാർത്ഥ രീതിയിൽ അറിയുന്നു. ഞാൻ സത്യമായ പ്രീതബുദ്ധിയാണ് അഥവാ ആസ്തികനാണ്. ബാബ എല്ലാ ഭക്തരെയും രാവണന്റെ ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നു. ദരിദ്രനിൽ നിന്നും ധനവാനാക്കി മാറ്റുന്നു. പഴയ ഭക്തരെ ബ്രാഹ്മണരാക്കി ദേവതയാക്കുന്നു. ഇതാണ് ബാബ നൽകുന്ന രക്ഷ. എല്ലാ ഭക്തർക്കും മുക്തി, ജീവൻ മുക്തി നൽകുന്നു.
ബാബ മുഴുവൻ രചനയുടെയും രചയിതാവാണ്. രചനക്ക് രചയിതാവായ അച്ഛനിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. പാരലൗകിക അച്ഛനെ എല്ലാവരും ദുഃഖത്തിൽ ഓർമ്മിക്കുന്നു. ഞാൻ ബാബയുടേതായി മാറി, അതിനാൽ ആസ്തികനായി. എനിക്ക് ബാബയോട് പ്രീതബുദ്ധിയാണ്. ബാബയിലൂടെ സത്യയുഗി പാവന ലോകത്തിന്റെ സ്ഥാപന നടക്കുകയാണ്. ബാബ എന്നെ പതിതത്തിൽ നിന്നും പാവനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ ജന്മം പവിത്രമായി മാറുകയും ബാബയെ ഓർമ്മിക്കുകയും ചെയ്ത് സദോ പ്രധാനമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ 84 ജന്മങ്ങളുടെ പടി താഴേക്കിറങ്ങി വന്നിരിക്കുകയാണ്. നിരാകാരി പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും നിരാകാരി ആത്മാക്കൾക്ക് സമ്പത്ത് ലഭിക്കുന്നു. ഞാൻ യോഗ ബലത്തിലൂടെ വിശ്വത്തിന്റെ അധികാരിയാകുന്നു. ബാബയോട് യോഗം വെച്ച് വികർമ്മം വിനാശമാക്കുന്നു. ബാബ രാവണന്റെ ജയിലിൽ നിന്നും മോചിപ്പിച്ച് സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഓർമ്മയിലൂടെ ആത്മാവിലെ കറയിളക്കുന്നു. ബാബ പറയുന്നു, ഒരു ദേഹധാരിയെയും ഓർമ്മിക്കരുത്. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്ന് ഒരു ബാബയെ മാത്രം ഓർമ്മിച്ച് സ്വർഗപുരിയുടെ അധികാരിയായി മാറുന്നു. ബാബയെ അറിയുന്നതിലൂടെ ബാബയിൽ നിന്നും എല്ലാം അറിഞ്ഞു മാസ്റ്റർ ജ്ഞാനസാഗരനായി മാറി. ഞാൻ ശ്രീമതത്തിലൂടെ നടന്ന് ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ ദേവതയായി മാറുന്നു. മുഴുവൻ വിശ്വത്തിലും സത്യമായ സേവനം ചെയ്യണം. ദേവി ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപനയിൽ ബാബയുടെ പൂർണ്ണ സഹായിയായി മാറണം. ബാബയുടെ ഓർമ്മയിലൂടെ ആത്മാവിനെ സത്യമായ സ്വർണമാക്കുന്നു. പാരലൗകിക പിതാവിനോട് സത്യമായ പ്രീതി വയ്ക്കുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനമാണ് ആത്മീയ ഉന്നതിക്കായുള്ള മാർഗങ്ങളിലൂടെ സർവപരിതസ്ഥിതികൾക്കുമേലും വിജയം പ്രാപ്തമാകുന്ന അകാലമൂർത്തിയാകൂ. ഞാൻ സദാ അകാലമൂർത്തി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിനുള്ള അഭ്യാസം ചെയ്യുന്നു. അവർക്ക് അകാല മൃത്യുവിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും സമസ്യകളിൽ നിന്നും രക്ഷ ലഭിക്കുന്നു. ദുഃഖങ്ങളെയും മാനസിക വിഷമങ്ങളെയും ഇല്ലാതാക്കാനായി ഈ പഴയ ശരീരത്തെക്കുറിച്ചുള്ള അഭിമാനത്തെ ഇല്ലാതാക്കണം. ഏതെങ്കിലും കാര്യത്തിൽ വീണ്ടും ഫീലിംഗ്സിലേക്ക് വരുന്നവർ ഫൈനൽ പേപ്പറിൽ പരാജിതരാകുന്നു. ഓം ശാന്തി.